നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 2024 പത്മ അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്, ഏതൊക്കെ ഫീൽഡുകളിലാണ് ലഭിച്ചത്, എന്താണ് പത്മ അവാർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള എല്ലാ PSC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോ വ്യക്തമായി കാണുക. കൂടാതെ ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ കൂടി ഒന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇനി വരുന്ന പരീക്ഷയ്ക്കെല്ലാം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, എന്താണ് പത്മ അവാർഡ്. പത്മ അവാർഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ത്, പത്മ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്ത് ഒരുപാട് സിവിലിയൻ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റ് ഓഫ് അവാർഡ്സിനെ പറയുന്ന പേരാണ് എന്ത്, പത്മ അവാർഡുകൾ എന്ന് പറയുന്നത്. ഈ പത്മ അവാർഡുകൾ ഏറ്റവും പ്രധാനമായിട്ട് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, കൂടാതെ പത്മശ്രീയും ഉണ്ട്. ഓക്കെ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ അതിന്റെ പിക്ചറും കാണാനായിട്ട് കഴിയും. കണ്ടല്ലോ, പത്മഭൂഷൺ ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, അങ്ങനത്തുള്ളത് പത്മശ്രീയുമാണ്. ഓക്കെ, അപ്പോൾ 1954 മുതലാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നത്. അപ്പോൾ 1954 മുതൽ എന്ത് ചെയ്യുന്നു, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പത്മ അവാർഡുകൾ വിതരണം ചെയ്തു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്മ വിഭാഗം അല്ലെങ്കിൽ പത്മ അവാർഡുകൾ ഏറ്റവും പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മശ്രീ. ഓക്കെ, അപ്പൊ എന്താണ് പത്മഭൂഷൺ അല്ലെങ്കിൽ എന്താണ് പത്മവിഭൂഷൺ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അസാധാരണവും വിശിഷ്ടവുമായിട്ടുള്ള സേവനത്തിന് കൊടുക്കുന്നതാണ് പത്മവിഭൂഷൺ കേട്ടോ. അപ്പൊ ഇതാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്ന അവാർഡ്, ഈ കാണുന്നതാണ്. അപ്പോൾ അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് കൊടുക്കുന്ന അവാർഡാണ് പത്മവിഭൂഷൺ എന്ന് പറഞ്ഞാൽ. പത്മഭൂഷൺ എന്ന് പറഞ്ഞാൽ എന്തിനാണ് കൊടുക്കുന്നത്, ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനത്തിന് കൊടുക്കുന്നതാണ് പത്മഭൂഷൺ കേട്ടോ. അപ്പൊ പത്മഭൂഷൺ എന്തിനാണ് കൊടുക്കുന്നത്, ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനത്തിന് കൊടുക്കുന്നതാണെങ്കിൽ അത് പത്മഭൂഷൺ ആണ്. എന്നാൽ പത്മശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, പത്മശ്രീ ആണെന്നുണ്ടെങ്കിൽ വിശിഷ്ട സേവനത്തിന് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് പത്മശ്രീയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് കൊടുക്കുന്നത് എന്താണ്, പത്മവിഭൂഷൺ ആണ്. പത്മവിഭൂഷൺ ആണ് ഈ ഉള്ളതിൽ ഈ 3 ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്ന പത്മവിഭൂഷൺ ആണ്. ഇതെന്തിനാണ് കൊടുക്കുന്നത്, അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് കൊടുക്കുന്നതാണെങ്കിൽ അത് പത്മവിഭൂഷണം, ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനത്തിനാണെങ്കിൽ അത് പത്മഭൂഷണം, പത്മശ്രീ ആണെന്നുണ്ടെങ്കിൽ വിശിഷ്ട സേവനത്തിനാണ്. അപ്പൊ എന്തായാലും ആ ഒരു റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മശ്രീ എന്നിങ്ങനെ 3 അവാർഡുകൾ സാധാരണയായിട്ട് കൊടുത്തു വരുന്നത്. ഇത് എപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത്, 1954 മുതൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് പത്മ അവാർഡുകൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ റിപ്പബ്ലിക് ദിനത്തിൽ 2024 റിപ്പബ്ലിക് ദിനത്തിൽ അവാർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഈ പറയുന്ന പത്മ അവാർഡുകൾ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ്, കല, സാമൂഹിക പ്രവർത്തനം, അതുപോലെ തന്നെ പൊതുകാര്യങ്ങൾ, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, കായികം, സിവിൽ സർവീസ്, പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പത്മ അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, കല, സാമൂഹ്യ പ്രവർത്തനം, പൊതുകാര്യങ്ങൾ, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, അതുപോലെ തന്നെ കായികം, സിവിൽ സർവീസ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന പത്മ അവാർഡ്സ് കൊടുത്തു വരുന്നുണ്ട് കേട്ടോ. അതുപോലെ മെഡിസിനും പത്മ അവാർഡ് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് എല്ലാ വർഷവും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ അവാർഡുകൾ നൽകുന്നത്. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നത് ഈ പറയുന്ന കണക്കിന് റിപ്പബ്ലിക് ദിനത്തിലാണെങ്കിലും ഈ അവാർഡ് കൊടുക്കുന്നത് എപ്പോഴാണ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന പത്മ അവാർഡുകൾ കൊടുത്തു വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി 2024 പത്മ അവാർഡുകൾ അതിനെക്കുറിച്ച് നമുക്ക് എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2024 ലിസ്റ്റ് പ്രകാരം 132 പത്മ അവാർഡുകൾ നൽകുന്നതിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. എത്രയാണ്, 132 പത്മ അവാർഡുകൾ നൽകുന്നതിനാണ് രാഷ്ട്രപതി ഇത്തവണ അംഗീകാരം നൽകിയത്. അപ്പൊ 2024 എത്ര പത്മ അവാർഡുകൾ നൽകുന്നത്, 132 പത്മ അവാർഡുകൾ നൽകുന്നതിനാണ് നമ്മൾ രാഷ്ട്രപതി അംഗീകാരം കൊടുത്തത്. കൂടാതെ അതിന്റെ കൂട്ടത്തില് 5 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ,
110 പത്മശ്രീ പുരസ്കാരങ്ങൾ അടങ്ങുന്നതാണ് ഈ പട്ടിക. അപ്പൊ ഈ പറയുന്ന 2024 നമ്മുടെ പത്മശ്രീക്കകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്? 5 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ കൂടാതെ 110 പത്മശ്രീ അവാർഡുകൾ നൽകുന്നതിനാണ് നമ്മുടെ രാഷ്ട്രപതി 2024 അംഗീകാരം നൽകിയത്. അങ്ങനെ 110, 17, 5 കൂടി എത്രയായി? 132 ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും അവാർഡുകളാണ് 2024 നൽകിയതെന്ന് അറിഞ്ഞിരിക്കുക. അവാർഡിന് അർഹരായവരിൽ 30 പേര് വനിതകളാണ് കേട്ടോ. അപ്പൊ എത്ര പേര് വനിതകളുണ്ട്? 30 പേര് വനിതകളാണ്. നമ്മുടെ ഇത്തവണ അവാർഡ് നേടിയതിൽ 30 പേര് വനിതകളാണ്. മരണാനന്തര പുരസ്കാര ജേതാക്കളായിട്ട് 9 പേരുണ്ട്. ഓക്കെ, മരണാനന്തര അല്ലെങ്കിൽ മരിച്ചവർക്ക് ആ ഒരു ബഹുമാന സൂചകമായിട്ട് മരണാനന്തര ബഹുമതിയായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 9 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന 110 തന്നെ 9 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2024 കേസാണ് പറയുന്നത്. 132 അവാർഡുകളാണ് രാഷ്ട്രപതി നൽകാനായി തീരുമാനിച്ചത്. അതിൽ 5 പത്മവിഭൂഷൺ ഉണ്ട്, 17 പത്മഭൂഷൺ ഉണ്ട്, 110 പത്മശ്രീ ഉണ്ട്. അവാർഡിന് അർഹരായവരിൽ 30 പേര് വനിതകളാണ്. കൂടാതെ മരണാനന്തര പുരസ്കാര ജേതാക്കളായിട്ട് 9 പേരെ കൂടി ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞതിൽ വേറെ ഡൗട്ട് ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പത്മവിഭൂഷൺ 2024 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈജയന്തിമാലയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്ന ഒന്നാമത്തെ ആള് വൈജയന്തിമാലയാണ്. ആരാണ് വൈജയന്തിമാല? എന്ത് മേഖലകളിലാണ് കൊടുക്കുന്നത്? കൂടാതെ ഏത് ജില്ല അല്ലെങ്കിൽ ഏത് സംസ്ഥാനക്കാരിയാണ് ഈ പറയുന്ന വൈജയന്തിമാല എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാര്യം അതും പരീക്ഷകളിൽ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇതാണ് നമ്മുടെ വൈജയന്തിമാല എന്ന് പറയുന്നത്. വൈജയന്തിമാല ഫേമസ് ആയിട്ടുള്ളത് കല, ബോളിവുഡ് നടി, ഡാൻസർ, മുൻ പാർലമെന്റ് അംഗം എന്നീ മേഖലകളിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വൈജയന്തിമാല ഫേമസ് ആയിട്ടുള്ളത്. വൈജയന്തിമാല ഏത് സംസ്ഥാനക്കാരിയാണെന്ന് അറിയാമോ? ഏത് സംസ്ഥാനക്കാരിയാണ്? നമുക്കറിയാം, തമിഴ്നാടുകാരിയാണ് അല്ലെ. അപ്പൊ തമിഴ്നാടുകാരിയാണ് ആര്? വൈജയന്തിമാല. അപ്പൊ വൈജയന്തിമാല കല, ബോളിവുഡ്, അതുപോലെ തന്നെ എന്താണ് ഡാൻസർ, മുൻ പാർലമെന്റ് അംഗം എന്നീ മേഖലകളിലാണ് ഫേമസ് ആയത്. വൈജയന്തിമാല തമിഴ്നാട് സ്വദേശിനിയാണ്. പുള്ളിക്കാരിക്കാണ് എന്ത് ചെയ്യുന്നത് പത്മവിഭൂഷൺ. പത്മവിഭൂഷണാണ് ടോപ്പ് ആയിട്ടുള്ള അവാർഡ്. പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികളിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് വൈജയന്തിമാലയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ചിരഞ്ജീവി അല്ലെ. ചിരഞ്ജീവി അറിഞ്ഞുകൂടാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. ചിരഞ്ജീവി സിനിമ, തെലുങ്ക് സിനിമാ നടനാണ് ചിരഞ്ജീവി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ് പുള്ളിക്കാരൻ വരുന്നത്. ശിവശങ്കര വരപ്രസാദ് എന്നാണ് ചിരഞ്ജീവിയുടെ യഥാർത്ഥ പേര് കേട്ടോ. ചിരഞ്ജീവിയുടെ യഥാർത്ഥ പേര് എന്നാണ് ശിവശങ്കര വരപ്രസാദ്. അത് നമ്മുടെ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ശിവശങ്കര വരപ്രസാദ് ആരുടെ യഥാർത്ഥ നാമമാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി ആരാണ്? നമ്മുടെ ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവി എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഇതാണ് ചിരഞ്ജീവി. ഓക്കെ, അപ്പോൾ ചിരഞ്ജീവി ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് സിനിമ നടനാണ് ചിരഞ്ജീവി എന്ന് പറയുന്നത്. ശിവശങ്കര വരപ്രസാദ് ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അടുത്ത ആൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ വെങ്കയ്യ നായിഡു അല്ലെ. പബ്ലിക് അഫയേഴ്സ് എന്ന് പറയുന്ന മേഖലയിലാണ് വെങ്കയ്യ നായിഡുവിന് അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ 13ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു. ആന്ധ്രാപ്രദേശാണ് വെങ്കയ്യ നായിഡുവിന്റെ സ്വദേശം കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശ്, ഇന്ത്യയുടെ 13ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ആര്? നമ്മുടെ വെങ്കയ്യ നായിഡു. സെറ്റല്ലേ? അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ബിന്ദേശ്വർ പഥക് ആണ്. എന്താണ് ബിന്ദേശ്വർ പഥക്? അദ്ദേഹത്തിന് സാമൂഹ്യ സേവനത്തിനാണ് ബിന്ദേശ്വർ പഥക്കിന് കിട്ടുന്നത്. ഇദ്ദേഹമാണ് ബിന്ദേശ്വർ പഥക്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുക്കുന്നത്. ബീഹാർ സ്വദേശിയാണ് ആര്? ബിന്ദേശ്വർ പഥക് കേട്ടോ. ബീഹാർ ബിന്ദേശ്വർ. ആ ഒരു ഫസ്റ്റ് ലൈൻ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ സംസ്ഥാനം ഓർത്ത് വെച്ചേക്കുക, ബീഹാർ ബിന്ദേശ്വർ. ഓക്കെ, അടുത്തുള്ളതാണ് പത്മ സുബ്രഹ്മണ്യം. ആരാണ്? പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം കലാകാരിയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, ഭരതനാട്യം കലാകാരിയാണ് പത്മ സുബ്രഹ്മണ്യം. പുള്ളിക്കാരി തമിഴ്നാട് സ്വദേശിയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? തമിഴ്നാട്ടിൽ നിന്ന് 2 പേർക്ക് കിട്ടുന്നുണ്ട്. വൈജയന്തിമാലയ്ക്കും അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യത്തിനും. കൂടാതെ ചിരഞ്ജീവി കാരണം നമ്മുടെ ആന്ധ്രാപ്രദേശ് സിനിമാ നടനാണ്. കൂടാതെ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് വെങ്കയ്യ നായിഡുവിനും കിട്ടുന്നത്. കൂടാതെ നമ്മുടെ ബിന്ദേശ്വർ പഥക് സാമൂഹ്യ സേവനം ബീഹാറാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഈ 119 പേരെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു സെറ്റിലേക്ക് നോക്കാം. അപ്പൊ ഇത്തവണ നമ്മുടെ 8 മലയാളികൾക്കാണ് പത്മ അവാർഡ് ലഭിച്ചത്. 8 മലയാളികൾക്ക് 2024 പത്മ അവാർഡ് ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതിൽ 2 മലയാളികൾക്ക് പത്മഭൂഷണും 6 മലയാളികൾക്ക് പത്മശ്രീയും ലഭിച്ചു. അത്രയും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. 8 മലയാളികൾക്ക് 2024 പത്മ അവാർഡ് ലഭിച്ചു. അതിൽ 2 മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 6 മലയാളികൾക്ക് പത്മശ്രീ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സെറ്റല്ലേ?
ഓക്കെ അല്ലേ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. 6 മലയാളികൾക്ക് പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ 6 മലയാളികളിൽ 2 മലയാളികൾക്ക് പത്മഭൂഷണാണ് ലഭിച്ചത്. കൂടാതെ 6 മലയാളികൾക്ക് പത്മശ്രീയാണ് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ 6 8 പേർക്കാണ് എന്ത് ചെയ്തത് 2024 പത്മ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. നമ്മുടെ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികളുടെ പേര് ഒന്നും കൂടി പറയുന്നു. വൈജയന്തിമാല തമിഴ്നാട് സിനിമാ നടി, ഡാൻസർ, മുൻ പാർലമെന്റ് അംഗം. ചിരഞ്ജീവി ആന്ധ്രാപ്രദേശാണ്, തെലുങ്ക് സിനിമാ നടനാണ്. വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശ് 13ാമത്തെ ഉപരാഷ്ട്രപതി. അതുപോലെ തന്നെ ബിന്ദേശ്വർ പതക് സാമൂഹ്യ സേവനം ബീഹാർ. പത്മ സുബ്രഹ്മണ്യം ആണെങ്കിൽ ഭരതനാട്യം തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരൊക്കെയെന്നാണ്. ഓക്കെ, പത്മവിഭൂഷൺ നമ്മൾ എല്ലാ ജില്ലക്കാരെ അറിഞ്ഞിരിക്കണം, എല്ലാ സംസ്ഥാനക്കാരെ അറിഞ്ഞിരിക്കണം. പക്ഷെ പത്മഭൂഷൺ പത്മശ്രീയൊക്കെ നമുക്ക് മലയാളികളിൽ ഫോക്കസ് ചെയ്താൽ മതിയാവും. അപ്പൊ പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്മഭൂഷൺ നേടിയ 2 മലയാളികളും പത്മവിഭൂഷൺ പത്മശ്രീ നേടിയ 6 മലയാളികളുമാണ് നമുക്കുള്ളത്. പത്മവിഭൂഷൺ മലയാളികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവി ഉണ്ട്. ഫാത്തിമ ബീവി ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ആണ് ആര്? ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിക്കും ഈ പറയുന്ന മരണാനന്തരമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ബഹുമതികൾ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇവർക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഈ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ കുറച്ചും കൂടി സന്തോഷമായിരുന്നു. കാര്യം അവർ ചെയ്ത ആ ഒരു അംഗീകാരത്തിന് അവർക്ക് ജീവനുള്ള സമയത്ത് വേണം നമ്മൾ ഈ അവാർഡുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പത്മഭൂഷൺ നേടിയ മലയാളികളിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വനിതാ ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ആണ് ഫാത്തിമ ബീവി. മരണാനന്തരമാണ് എന്ത് ചെയ്യുന്നത് ഫാത്തിമ ബീവിക്ക് ഈ പറയുന്ന പത്മഭൂഷൺ അവാർഡ് കൊടുക്കുന്നത്. കൂടാതെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഒ രാജഗോപാലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമമണ്ഡലത്തില് നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ഒ രാജഗോപാല്. മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവും ആര് തന്നെയാണ്? ഒ രാജഗോപാലാണ് അല്ലെ. അപ്പോ നമ്മുടെ പത്മഭൂഷൺ നേടിയ വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ഫാത്തിമ ബീവിയാണ്, സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ആണ്. അതുപോലെ രണ്ടാമത്തെയാണ് ഒ രാജഗോപാല്, മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമാണ് ആര്? ഒ രാജഗോപാല്. ഓക്കെ അല്ലേ? അപ്പൊ പത്മഭൂഷൺ നേടിയ മലയാളികൾ ഫാത്തിമ ബീവി, രാജഗോപാല്. അടുത്തതെന്ന് പറയുന്നത് പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ മലയാളികൾ ആരെല്ലാം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തേത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സദനം ബാലകൃഷ്ണൻ. സദനം ബാലകൃഷ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥകളിയാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും സദനൻ ബാലകൃഷ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സദനം ബാലകൃഷ്ണൻ. ഇദ്ദേഹമാണ് സദനം ബാലകൃഷ്ണൻ കേട്ടോ. അപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? സദനൻ ബാലകൃഷ്ണൻ. അദ്ദേഹം കഥകളി ആചാര്യനാണ്. അടുത്ത വ്യക്തിയാണ് EP നാരായണൻ. ആരാണ് EP നാരായണൻ? തെയ്യം കലാകാരനാണ് EP നാരായണൻ. തെറ്റിപ്പോരുത്, രണ്ടും തമ്മിൽ മാറിപ്പോരുത്. സദനം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കഥകളി ആചാര്യനും EP നാരായണൻ എന്ന് പറയുന്നത് തെയ്യം കലാകാരനുമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത വ്യക്തിയാണ് സത്യനാരായണ ബലേരി. ആരാണ് സത്യനാരായണ ബലേരി എന്ന് പറയുന്നത്? കാസർഗോഡിലെ നെൽകർഷകനാണ് ആര്? സത്യനാരായണ ബലേരി. അപ്പോൾ നെൽകർഷകനാണ് സത്യനാരായണ ബലേരി. അപ്പോൾ സത്യനാരായണ ബലേരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കൃഷിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ, EP നാരായണൻ തെയ്യം കലാകാരനാണ്. നമ്മുടെ സത്യനാരായണ ബലേരി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നെൽകൃഷിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. സെറ്റാണേ. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത വ്യക്തി എന്ന് പറയുന്നത് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം ഏത് മേഖലയാണ്? എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് ചിത്രൻ നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം മരണാനന്തരം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ പത്മശ്രീ ലഭിക്കുന്നത്. അപ്പോൾ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ഏത് മേഖലയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഏത് മേഖലയാണ്? എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് ആര്? നമ്മുടെ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ചിത്രൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ പറയുന്ന പത്മശ്രീ ലഭിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്തുള്ളതാണ് മുനി നാരായണ പ്രസാദ്. മുനി നാരായണ പ്രസാദ്. അദ്ദേഹം ഒരു അധ്യാത്മക ആചാര്യനാണെന്ന് അറിഞ്ഞിരിക്കുക. മുനി നാരായണ പ്രസാദ്. മുനി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ആധ്യാത്മികവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ആധ്യാത്മിക ആചാര്യനാണ് ആര്? മുനി നാരായണ പ്രസാദ്. അടുത്തുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അല്ലെ. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പത്മശ്രീ കിട്ടിയ മലയാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വ്യക്തി ആരാണ്? നമ്മുടെ സദനം ബാലകൃഷ്ണനാണ്. അദ്ദേഹം കഥകളി ആചാര്യനാണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ നമ്മുടെ EP നാരായണനാണ്, തെയ്യം കലാകാരനാണ്.
മൂന്നാമത്തത് നമ്മുടെ സത്യനാരായണ ബലേരി, അദ്ദേഹം ഒരു കർഷകനാണ്, നെൽകർഷകനാണ്, കാസർഗോഡുകാരനാണ്. അടുത്ത നാലാമത്തെ ആരാണ്? നമ്മുടെ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടാണ്, അദ്ദേഹം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തിയാണ്. അഞ്ചാമത്തേത് ആരാണ്? നമ്മുടെ മുനി നാരായണ പ്രസാദാണ് അല്ലെ, മുനി നാരായണ പ്രസാദാണ്, ആധ്യാത്മിക ആചാര്യനാണ്. ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിയാണ് അല്ലെ. അശ്വതി തിരുനാൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു അടുത്ത വ്യക്തിയായിട്ടുള്ള നമ്മുടെ അശ്വതി തിരുനാൾ ഗൗരി പാർവതിബായി ആണ്, അല്ലെങ്കിൽ പാർവതിബായി തമ്പുരാട്ടിയാണ്. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ വ്യക്തിയാണ് നമ്മുടെ അശ്വതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരിക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന പത്മശ്രീ അവാർഡ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആർക്കൊക്കെ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് രണ്ടുപേരെന്ന് പറയുന്നത്? ഒന്ന് ഫാത്തിമ ബീവി, സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജസ്റ്റിസ്. രണ്ടെന്ന് പറയുന്നത് ഒ രാജഗോപാലൻ, മുതിർന്ന BJP പ്രവർത്തകനാണ്, BJP നേതാവാണ്. പത്മശ്രീ ലഭിച്ചത് സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, അതുപോലെ തന്നെ സത്യനാരായണ ബലേരി, അതുപോലെ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, കൂടാതെ അശ്വതി തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പത്മഭൂഷൺ നേടിയവരിൽ കുറച്ച് പ്രധാനികളുണ്ട്, കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, ശ്രദ്ധിക്കേണ്ട ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അന്തരിച്ച തമിഴ് നടനായിട്ടുള്ള വിജയകാന്ത്. എല്ലാവർക്കും അറിയാം, ക്യാപ്റ്റൻ വിജയകാന്ത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അല്ലെ. അപ്പോൾ അന്തരിച്ച തമിഴ് നടനായിട്ടുള്ള വിജയകാന്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ബോളിവുഡ് നടനായിട്ടുള്ള മിഥുൻ ചക്രവർത്തി, കണ്ടല്ലോ, ഇതാണ് മിഥുൻ ചക്രവർത്തി, അദ്ദേഹത്തിനും ഇത്തവണ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹോർസ്മുജി എൻ, അതുപോലെ തന്നെ കാമ കുന്ദൻ വ്യാസ്. ആരൊക്കെയാണ്? ഹോർസ്മുജി എന്നും അതുപോലെ തന്നെ കാമ കുന്ദൻ വ്യാസ് എന്ന് പറയുന്ന രണ്ടുപേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇവര് മാധ്യമ പ്രവർത്തകരാണ്, മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകരാണ്. ആര്? ഹോർസ്മുജി എന്നും അതുപോലെ തന്നെ കാമകുന്ദൻ വ്യാസും. ഓക്കെ, അതുപോലെ തന്നെ തായ്വാൻ കമ്പനി ആയിട്ടുള്ള ഫോക്സ്കോണിന്റെ CEO ആയിട്ടുള്ള യങ് ലിയൂന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഇത്തവണ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തായ്വാൻ കമ്പനി ആയിട്ടുള്ള ഫോക്സ്കോണിന്റെ CEO ആയിട്ടുള്ള യങ് ലിയൂനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഇത്തവണ നമ്മുടെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉഷാ ഉതുപ്പ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉഷാ ഉതുപ്പിനെ കുറിച്ച് അറിയാം. 2024 പത്മഭൂഷൺ ലഭിച്ച ഇന്ത്യൻ പോപ്പ് ഗായിക ആരെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ജനിച്ചിട്ടുള്ള ഉഷാ ഉതുപ്പാണ്. പക്ഷെ വെസ്റ്റ് ബംഗാളിന്റെ ലേബലിലാണ് ഉഷാ ഉതുപ്പിന് ഇത്തവണ നമ്മുടെ ഈ പറയുന്ന പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ പത്മഭൂഷൺ ലഭിച്ച പ്രധാനികൾ ഇത്രയും പേരാണെന്ന് അറിഞ്ഞിരിക്കുക. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ അന്തരിച്ച തമിഴ് നടനായിട്ടുള്ള വിജയകാന്ത് ആണ്, ക്യാപ്റ്റൻ വിജയകാന്ത്. അടുത്ത് നമ്മുടെ ബോളിവുഡ് നടനായിട്ടുള്ള മിഥുൻ ചക്രവർത്തി, മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹോർസ്മുജി എന്നും അതുപോലെ തന്നെ കാമകുന്ദൻ വ്യാസും, കൂടാതെ തായ്വാൻ കമ്പനി ആയിട്ടുള്ള ഫോക്സ്കോണിന്റെ CEO ആയിട്ടുള്ള ലിയൂന് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ യങ് ലിയൂന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2024 പത്മഭൂഷൺ ലഭിച്ച ഇന്ത്യൻ പോപ്പ് ഗായിക ആരെന്ന് ചോദിച്ചാൽ ഉഷാ ഉതുപ്പാണ്, വെസ്റ്റ് ബംഗാളിന്റെ ലേബലിലാണ്. പക്ഷെ പുള്ളിക്കാരി ജനിച്ചത് തമിഴ്നാട്ടിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട 3 പേര് കൂടിയാണ്. അപ്പൊ നമ്മുടെ പത്മശ്രീ ലഭിച്ചവരിൽ പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണെന്നറിയാമോ? അത് ആസാമിലെ പാർവതി ബറുവയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ പാർവതി ബറുവ. ഇതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആരെന്ന് ചോദിച്ചാൽ ആസാമിലെ പാർവതി ബറുവയാണെന്ന് പറഞ്ഞിരിക്കുക, പാർവതി ബറുവ. അതുപോലെ തന്നെ കായിക താരങ്ങളായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയ്ക്കും അതുപോലെ തന്നെ ജോഷ്ന ചിന്നപ്പയ്ക്കും. രോഹൻ ബൊപ്പണ്ണ ടെന്നീസുകാരനാണ്, അതുപോലെ തന്നെ ജോഷ്ന ചിന്നപ്പ സ്ക്വാഷാണ്. ഇതാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസുകാരനാണ്. അതേപോലെ തന്നെ ജോഷ്ന ചിന്നപ്പയെ നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് കഴിയും. ജോഷ്ന ചിന്നപ്പ എന്ന് പറയുന്നത് സ്ക്വാഷ് താരമാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തവണ നമ്മുടെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പാപ്പനായിട്ടുള്ള ജ്ഞാനപാപ്പനായിട്ടുള്ള നമ്മുടെ അസാമിലെ പാർവതി ബറുവ, ഇതാണ് പാർവതി ബറുവ എന്ന് പറയുന്നത്. പാർവതി ബറുവയ്ക്ക് പത്മശ്രീ ലഭിച്ചു. കൂടാതെ നമ്മുടെ കായിക താരങ്ങളായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ, നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് താരമാണ്. ജോഷ്ന ചിന്നപ്പ സ്ക്വാഷ് താരമാണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സാഹിത്യകാരനായിട്ടുള്ള ജോ ഡിക്രൂസിനും എന്ത് ചെയ്തു? ഇത്തവണ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ജോ ഡിക്രോസിനും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് നമ്മളെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷണായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പത്മശ്രീയുടെ ക്ലാസ് നിങ്ങൾ ഒരു തവണ കൂടി നിങ്ങളൊന്ന് 1-2 തവണ കൂടി നിങ്ങളൊന്ന് കണ്ട് എന്താണ് പത്മശ്രീ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ എപ്പോഴാണെന്ന് കൊടുക്കുന്നത്, 2024 ആർക്കൊക്കെ ഈ പറഞ്ഞ പത്മശ്രീ അവാർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വരുന്ന എല്ലാ പരീക്ഷകളിലും LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ,
നമ്മുടെ 12th ലെവൽ CPO പോലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളിലും കൃത്യമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. വ്യക്തമായി പഠിക്കുക, വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.